അപ്പൊ ഷൂട്ടിങ്ങിനുള്ള ചീഫ് അസോസിയേറ്റിനെയും കാണാൻ പോകാമെന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കൈ കൊണ്ടുവന്ന സ്പ്രൈറ്റ് എനിക്ക് തരുക ചെയ്തേ. ആ സ്പ്രൈറ്റ് കുടിച്ചു കഴിഞ്ഞ് എനിക്ക് ബോധം ഉടനെ അല്ല, കുറെ നേരം എനിക്ക് തലകറക്കം പോലെ വന്നു. അങ്ങനെ വയ്യാന്ന് പറഞ്ഞപ്പോ എന്നാ കിടന്നു എന്ന് പറഞ്ഞു. ദേഹത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല. എന്നെ യൂസ് ചെയ്തു എന്ന് മനസ്സിലായി. എന്റെ ദേഹത്തെല്ലാം സ്പെം ഉണ്ടായിരുന്നു. നമസ്കാരം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി, അതിൽ ആരൊക്കെ അഭിനയിച്ചത്? നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ, പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത ആന്റണി പെരുമ്പാവൂർ. ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് പീഡനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ മൻസൂർ റഷീദ് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അവരെ ബോധം കെടുത്തി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മുമ്പ് തന്നെ അവർ പരാതി കൊടുത്തിരുന്നു. അവർ താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് ഈ ബലാത്സംഗം നടന്നത് എന്നാണ് ആ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവരുടെ വെളിപ്പെടുത്തലൊന്ന് കേൾക്കാം. എല്ലാവരും ബുക്ക് ചെയ്ത ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ റൂം ബുക്ക് ചെയ്തപ്പോ റൂമിലേക്ക് വരും. അപ്പൊ ഷൂട്ടിങ്ങിനുള്ള ചീഫ് അസോസിയേറ്റിനെയും കാണാൻ പോകാമെന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കൈ കൊണ്ടുവന്ന സ്പ്രൈറ്റ് എനിക്ക് തരുക ചെയ്തേ. ആ സ്പ്രൈറ്റ് കുടിച്ചു കഴിഞ്ഞ് എനിക്ക് ബോധം ഉടനെ അല്ല, കുറെ നേരം എനിക്ക് തലകറക്കം പോലെ വന്നു. അങ്ങനെ വയ്യാന്ന് പറഞ്ഞപ്പോ എന്നാ കിടന്നു എന്ന് പറഞ്ഞു. ദേഹത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല. എന്നെ യൂസ് ചെയ്തു എന്ന് മനസ്സിലായി. എന്റെ ദേഹത്തെല്ലാം സ്പെം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ വ്യക്തി റൂം വിട്ടു പോയി. ആ സമയത്ത് തന്നെ റൂം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ രാത്രി 1 മണിയായപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് എൻ്റെ ഫോട്ടോ അയച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ പുതിയ അന്വേഷണ സംഘം കോൺടാക്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കേസ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ സംസാരിച്ചു. അതെനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഹൈദരാബാദിലാണ്. ഞാൻ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ഒന്നും അല്ല. എനിക്ക് നീതി വേണം. അത്ര ഞാൻ അനുഭവിച്ചു. ഇനി എനിക്ക് അനുഭവിക്കാനൊന്നുമില്ല. അപ്പം ഈ പ്രതി 2 വർഷമായിട്ട് ഒളിവിലിരിക്കുകയാണ്. ഞാൻ എല്ലാത്തിന്റെ എവിഡൻസ് സമർപ്പിച്ചിട്ടുണ്ട് എല്ലായിടത്തും. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കാൻ സഹായിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൃഥ്വിരാജ് സംവിധാനം ചെയ്തു, പൃഥ്വിരാജ് അഭിനയിച്ചു, മോഹൻലാൽ അഭിനയിച്ചു, ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നതാണ്. അതായത് വൻ തോക്കുകൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നടന്മാർ അഭിനയിച്ച ആ സിനിമയാണ്. അതേപോലെ കല്യാണി പ്രിയദർശനും, അതായത് പ്രിയദർശൻ്റെ മകൾ കല്യാണിയും മീനയും അഭിനയിച്ച സിനിമയിലാണ് ഇങ്ങനൊരു പീഡനം നടന്നിരിക്കുന്നത്. അതായത് മലയാള സിനിമയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഈ പെൺവേട്ട, അതിൻ്റെ എല്ലാ രൂപങ്ങളും മറികടന്നുകൊണ്ട് പുറത്തേ വരികയാണ്. ഇനി വലിയ വലിയ നടന്മാർക്കെതിരെയുള്ള പരാതികൾ പോലീസ് സ്റ്റേഷൻ എത്തിയെന്ന് പറയുന്നു. അത് പുറത്തു വന്നിട്ടില്ല. കാരണം അതൊക്കെ പൂഴ്ത്താൻ വേണ്ടി പിണറായി വിജയൻ പ്രത്യേകം നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, സുരേഷ് ഗോപിയുടെ പേര് ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്ന് 95-ാം പേജിൽ. മാത്രമല്ല ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പെറ്റീഷൻ വരികയാണ്. അതിനിടയിൽ വനിതാ കമ്മീഷൻ ഇത് കോൾ ഫോർ ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന്. എന്തിന് ഹൈക്കോടതി നേരത്തെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇപ്പോൾ ആകെ തിരിഞ്ഞു മറിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഓരോ മണിക്കൂറിനുള്ളിലും പുതിയ പുതിയ സംഭവങ്ങളുമായിട്ടാണ് പുറത്തു വരുന്നത്. പുതിയ ആളുകളെക്കുറിച്ചുള്ള പരാതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുമ്പ് പരാതി പോലീസ് സ്റ്റേഷൻ കൊടുത്താൽ എടുക്കില്ല. അപ്പം ആര് കൊടുത്താലും പരാതി അപ്പം തന്നെ സ്വീകരിക്കുക, അപ്പം തന്നെ FIR ഇടുകയാണ്. ബാക്കിയൊക്കെ പിന്നെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നടപടി. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് പിന്നെ നോക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കേരളം ആകെ ഇളകി മറിഞ്ഞിരിക്കുന്നു ഈ സിനിമാക്കാരെ കൊണ്ട്. ഇന്നലെ വരെ ഉണ്ടാവാത്ത ഒരു പ്രതിഭാസമാണ് മലയാള സിനിമാ ലോകത്തിൽ ഉണ്ടാകുന്ന വ്യഭിചാരവും ഇതേപോലെ പെൺവേട്ടയും അതേപോലെ ബലാത്സംഗവും പോക്സോ കേസും അതേപോലെ കള്ളപ്പണ ഇടപാടും ഡ്രഗും അതിൻ്റെ മറ നീക്കി പുറത്ത് ചാടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഒരു ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കിയിട്ടാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.